ഈ നെതർലാൻഡ്സിൻ്റെ പേര് എപ്പോഴും ഫുട്ബോൾ കളിയെ കാണുമ്പം ഹോളണ്ട് എന്ന് എഴുതി കാണാം. എന്താണ് അതിൻ്റെ കാരണം എന്നറിയോ? ആംസ്റ്റർഡാമിലെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങി കോണിങ്സ് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാം സ്റ്റേഷനിലേക്ക് നടക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഫ്രാൻസും പോർച്ചുഗലും സ്പെയിനൊക്കെ ആംസ്റ്റർഡാമിനെ കണ്ടുപിടിക്കണം. എന്താ പീസ്ഫുൾ ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള സ്ട്രീറ്റ്, സൈക്കിൾ ഫ്രണ്ട്ലി ഇൻഫ്രാസ്ട്രക്ചർ, എഫിഷ്യൻറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇൻ്റഗ്രേഷൻ. സ്വർഗ്ഗമാണ് ആംസ്റ്റർഡാം. ഈ ആംസ്റ്റർഡാം സിറ്റീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും നടന്നു പോകാൻ പറ്റും. ജസ്റ്റ് വാക്കബിൾ ആണ്. ഈവൻ ദോ മറ്റ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്, ലൈക്ക് ട്രാം, ബസ്, ട്രെയിൻ, മെട്രോ എല്ലാം അവൈലബിൾ ആണെങ്കിലും എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഒരു ഏർബൻ എനർജിയിൽ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള സൊസൈറ്റി, അതിൽ ടോളറൻസും ഫ്രീഡും എല്ലാം ഉണ്ട്. എങ്ങനെയെങ്കിലും ഒരു നൊമാഡിക് വിസ സംഘടിപ്പിച്ചിട്ട് ഇവിടെ സെറ്റിൽ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അഡൽട്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രീറ്റ്, അതിൻ്റെ പുറമെ ഓൾ കൈൻഡ് ഓഫ് സ്മോക്കിംഗ് ലീഗൽ, അങ്ങനെ എല്ലാ രീതിയിലും ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി എൻ്റെ ട്രാം സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് ഇനി വേണം എൻ്റെ കോ വർക്കിംഗ് സ്പേസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും ട്രാമിലൊക്കെ കയറിയിട്ട് ഒന്ന് എക്വൻറ്റഡ് ആവുന്നത് നല്ലതാണ്. നമ്മുടെ കൊച്ചിയിൽ ട്രാം വരാൻ വേണ്ടി പോവാണ്. ലക്സംബർഗിലെ ട്രാമിൽ കയറിയപ്പം ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ട്രാമിനെ കുറിച്ചിട്ട്. ട്രാമിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, കാരണം സൂൺ നമ്മുടെ നാട്ടിൽ നമ്മൾ ട്രാം ഉപയോഗിക്കേണ്ടി വരും. ഈ ഹോളണ്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റാണ്. ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് ഈ നെതർലാൻഡ്സ് എന്ന രാജ്യത്തിൻ്റെ പേരും ഈ ഹോളണ്ടും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള കാരണം, പേരിൻ്റെ പേരിൽ. പക്ഷേ എക്സാക്ട്ലി സ്പീക്കിംഗ് നെതർലാൻഡ്സ് ആണ് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ പേര്.